ഹലോ, ഫുഡ് ഫീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാമ്പഴക്കാലാണല്ലേ. വീട്ടിലും നാട്ടിലും പോകുന്ന വഴിയിലും ഒക്കെ ഫ്രൂട്ട്സ് വെച്ച കടയിലൊക്കെ ഇഷ്ടം പോലെ മാങ്ങയാണ്. 60 രൂപയ്ക്കും 70 രൂപയ്ക്കും 80 രൂപയ്ക്കും ഈവൻ 100 റുപ്പീസ് എബവ് 100 എവിടെ നോക്കിയാലും മാങ്കോ ആണല്ലേ. അപ്പോൾ മാങ്കോ ഒക്കെ കഴിച്ച് എല്ലാവർക്കും മടുത്തില്ലേ. ഇപ്പോൾ വീട്ടിൽ മാങ്ങയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചൊരു സ്വീറ്റ്സ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് മാംഗോ ചിയ പുഡിംഗ്. അടിപൊളിയാണ് അല്ലേ. പേരൊക്കെ കേൾക്കാൻ വളരെ ഈസിയാണ്. 4 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാംഗോ ചിയ പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു മാങ്ങ വേണം, കുറച്ച് പഞ്ചസാര വേണം, ഒരു അര ഗ്ലാസ് പാല് വേണം, പിന്നെ ചിയ സീഡും. ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ചിയ സീഡ് ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു 2 ടീസ്പൂൺ ചിയ സീഡ് എടുത്തിട്ടുണ്ട്. ഇനി മാംഗോൻ്റെ പീലൊക്കെ ഒന്ന് കളയണം. നന്നായി മാംഗോ കഴുകിയതിന് ശേഷമാണ് ഞാനിവിടെ പീല് റിമൂവ് ചെയ്യുന്നത്. ഒക്കെ മാംഗോ ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതൊന്ന് പീല് കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ച് എല്ലാവരും കഴിക്കും. ആരും പീല് കളയാനോ കട്ട് ചെയ്ത് വെക്കാനൊന്നും നിൽക്കാറില്ല അല്ലേ. അപ്പോൾ പോട്ടെ, നമുക്കിത് കുഞ്ഞു ഒരു സൈഡ് കുഞ്ഞു പീസായിട്ട് ഒന്ന് കട്ട് ചെയ്യണം. ഓക്കെ, കട്ടിംഗ് ബോർഡിലാണ് കട്ടിംഗ് ബോർഡ്. മടി കാരണമാണ് ഞാൻ ഇവിടെ തന്നെ വെച്ച് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ഭാഗമില്ലേ, അതൊന്ന് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കി മുഴുവനായും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ആവശ്യത്തിന് വലിപ്പമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ താഴെ എന്തോ പണി നടക്കുകയാണ്, അതാണ് ഒരു ചെറിയ സൗണ്ടും ഡിസ്റ്റർബൻസൊക്കെ വരുന്നത് ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര യൂസ് ചെയ്യാത്തവരാണെങ്കിൽ 2 സ്പൂൺ ഹണി ആഡ് ചെയ്താലും മതി. അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനൊരു 1.5 ടീസ്പൂൺ മാത്രമേ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. കുറച്ച് മധുരമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് കഴിക്കാനും ഒരു രുചി. കാരണം ചിയ സീഡിന് മധുരമില്ലാത്തതുകൊണ്ട് അത് ബ്ലെൻഡായി വരുമ്പോൾ മധുരം ഇച്ചിരി കുറയും. അതുകൊണ്ടാണ് കേട്ടോ പഞ്ചസാര ഇട്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഹണി ആഡ് ചെയ്താലും മതി. ഇനിയിപ്പോൾ ഈസിയാണ്. കട്ട് ചെയ്ത മാംഗോയിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം, കാരണം ചിയ സീഡ് ഇച്ചിരി ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അര ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്ന പാലും കൂടി ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മാംഗോ ഇല്ലേ, അതും കൂടി മാംഗോ പ്യൂരി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഹാർഡായിന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അര ഗ്ലാസ് പാലെടുത്ത് വെച്ച് മൊത്തത്തിലൊന്നും ആഡ് ചെയ്തില്ലല്ലോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് സ്ലോ മോഷനിലൊന്ന് മിക്സ് ചെയ്യാം. ഇത് കണ്ടില്ലേ, മാംഗോ പ്യൂരിയും കൂടി ഒഴിക്കുമ്പോഴാണ് നല്ലൊരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. ഫ്രീസറിലൊന്നും വെച്ചേക്കരുത്, ഫ്രിഡ്ജിൽ മാത്രം വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.